വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 1/4 കപ്പ് മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് എല്ലാം നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത്. ഇനി എല്ലാം നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം. ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. റവ നന്നായി പാലിൽ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് ബദാം, കാഷ്യൂ നട്ട്, റൈസിൻസ് എന്നിവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇതുപോലുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിന്റെ ബൗൾ എടുത്താലും പ്രശ്നമില്ല. ഞാൻ ഇതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇഡ്ഡലി പാത്രത്തിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതൊരു 30 to 35 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇതാ 30 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. അപ്പോൾ ഇതാ റവ കൊണ്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. മാത്രമല്ല ചിലവ് കുറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 30 to 35 മിനിറ്റ് കറക്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അധികം മധുരമൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ഐറ്റമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.